സ്വാതന്ത്ര്യങ്ങൾ സ്വാതന്ത്ര്യമാണെന്നും ഉത്കൃഷ്ടമായത് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഹിന്ദുത്വം നൽകുന്നതെന്നും സനാതന സംസ്കൃതി സമൂഹത്തിന് നൽകുന്നത് ധൈര്യമാണെന്നും സംപൂജ്യ ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദഭാരതി മഹാരാജ് അരിയേലൂർ മഹാശിവക്ഷേത്രത്തിലെ കൊടിയേറിയ ഉത്സവത്തിന്റെ 5ാം ദിനമായ ഇന്നലെ ക്ഷേത്രത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ദേശത്തെ ഉത്കൃഷ്ടമാക്കുവാനാണ് ഹിന്ദുധർമ്മം വിവക്ഷിക്കുന്നത്. ഗുരുപരമ്പരകളിലൂടെ തുടരുന്ന ആശ്രമങ്ങളും ദേവതാ ചൈതന്യത്തോടെ തുടരുന്ന ക്ഷേത്രങ്ങളും അചരതീർത്ഥങ്ങളും ചരതീർത്ഥങ്ങളും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന തീർത്ഥങ്ങൾ, ദേവതാ സങ്കേതങ്ങൾ, പുണ്യനദികൾ, സരസ്സുകൾ എല്ലാം അചരതീർത്ഥങ്ങളാണ്. സാധു സന്ത മഹാത്മാക്കൾ, സന്യാസിമാർ, ആചാര്യശ്രേഷ്ഠർ എല്ലാവരും ചരതീർത്ഥങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ ഒരു തീർത്ഥാടനമായിട്ടാണ് ഋഷീശ്വരന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രവൃത്തികൾക്ക് കാരണമായിട്ടുള്ള ശക്തികളെ ഋഷീശ്വരന്മാർ ദേവതാരൂപത്തിൽ തപസ്സിലൂടെ തിരിച്ചറിഞ്ഞ് ആ അകത്തും പുറത്തുമുള്ള ആ ശക്തിയെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മവും രക്ഷിക്കുമെന്നും ജീവിതത്തിൽ നല്ലത് സ്വീകരിച്ച് നിർഭയത്വത്തിന്റെ സാമൂഹിക അന്തരീക്ഷം നിലനിർത്തുവാൻ ഏവരും ശ്രദ്ധിക്കണമെന്നും അനുഗ്രഹ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. 2025 പ്രയാഗ്രാജ് കുംഭമേളയിലെ ശ്രദ്ധേയനായ സംഘാടകനും ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സന്യാസിയുമായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ അരിയല്ലൂർ ശിവക്ഷേത്രം ഭാരവാഹികൾ പൂർണ്ണ കുംഭം നൽകി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായ സ്വാമിജി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ ദർശനം നൽകി. തുടർന്ന് നടന്ന സനാതന സമ്മേളനത്തിൽ NV സുബ്രഹ്മണ്യൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് സംസാരിച്ചു. കൊല്ലവർഷം 69 കുംഭമാസം 26-ാം തീയതി, അതായത് 1132 കൊല്ലത്തിൻ്റെ മുന്നേ നിലമ്പൂർ കോവിലകത്തെ രാജാക്കന്മാർ അരിയല്ലൂരിലെ ഈ സമാജത്തിന്, ഹിന്ദു സമാജത്തിന് ഒരു ക്ഷേത്രം വേണമെന്ന് ചിന്തിക്കുകയും അരിയല്ലൂരിൽ 1132 കൊല്ലം മുന്നേ ആ ശിവക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ താഴികക്കുടത്തിൻ്റെ മുകളിൽ എഴുതി വെച്ച ഡേറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്ന 1970 മുതലുള്ള കാര്യങ്ങളാണ്. ഒരു ഐതിഹ്യം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലുണ്ട്. പിന്നെ നമ്മൾ ഇല്ലത്തെ നമ്പൂതിരിയെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞു, പൂജ നിത്യം നടത്തണമെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഒരു സേറ് നെല്ല് പോലും നമ്മൾ ഈ അയൽവാസികളോ ഈ നാട്ടുകാരോ, അങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തുള്ള 1-2 ആൾക്കാരെ പോയി കണ്ടു. അതിൽ 4 പേരുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് PK നമ്മുടെ മോഹനേടൻ്റെ അമ്മ, അതേപോലെ തന്നെ നമ്മുടെ മൂത്തഞ്ചേരി രുക്മിണി ചേച്ചി, അതേപോലെ തന്നെ നമ്മുടെ തങ്കമ ടീച്ചർ, ഒടുക്കത്തിലെ മാധവനുമ്മ. ഈ 4 ആൾക്കാർ നമ്മോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾ 10 ഉറുപ്പ്യ വീതം തരാമെന്ന് പറഞ്ഞു. 4 ആൾക്കാർ 40 ഉറുപ്പ്യ വെച്ച് നമ്മൾ വാങ്ങുന്നത് കൊണ്ട് നമുക്ക് എന്തായി എണ്ണ വാങ്ങാൻ സാധിച്ചു. തുടർന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ധർമ്മ പ്രഭാഷണം നടത്തി. ഇവിടെ പ്രതിഷ്ഠിതമായ ദേവചൈതന്യം ബാഹ്യമായ ക്ഷേത്രത്തിന്റെ ആവരണങ്ങൾ ഇല്ലാതായി പോയാലും ആ ചൈതന്യം അവിടെ തന്നെ എന്നുള്ളത്. അതുകൊണ്ടാണ് പരിപൂർണമായും നഷ്ടപ്രായമായി പോയ ക്ഷേത്രത്തിൻ്റെതായ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ചില സ്ഥലങ്ങൾ പോലും പിന്നീട് അവിടുത്തെ ഏതെങ്കിലും ബാഹ്യമായ
ചില അടയാളങ്ങൾ കണ്ടുകൊണ്ട് അവിടെ വിളക്ക് വെച്ച് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാക്കി, ഭക്തജനങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി, അതിനുശേഷം നവീകരണ പ്രവർത്തനം നടത്തി. ആ നവീകരണ പ്രവർത്തനത്തിനൊടുവിൽ അവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മവും കലശമൊക്കെ ഗംഭീര. അരിയലൂർ മഹാശിവക്ഷേത്രത്തിലെ ഉപാസകനും വർഷങ്ങളായി ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹിയുമായ കൃഷ്ണൻകുട്ടിയെ ആനന്ദവനം ഭാരതി മഹാരാജ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് വി സുബ്രഹ്മണ്യൻ, സെക്രട്ടറി രഘു, ക്ഷേത്ര സംരക്ഷണ സമിതി തിരൂർ ജില്ലാ സെക്രട്ടറി CK ശശി, തിരൂർ താലൂക്ക് സെക്രട്ടറി MK സുബ്രഹ്മണ്യൻ, മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിര, സെക്രട്ടറി സിന്ധു, ശ്രീജിത്ത്, രവീന്ദ്രൻ പുതുമന തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പനാടൻ പൾസ്.